ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരെ തീർച്ചയായും കാണാം. നമ്മുടെ ക്ലാസ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, നമ്മുടെ യൂണിറ്റ് ബിയോണ്ട് ഫിയർ എന്നുള്ള ചാപ്റ്ററിൻ്റെ നമ്മുടെ ഫസ്റ്റത്തെ യൂണിറ്റാണ് ബിയോണ്ട് ഫിയർ. അതിൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ബിയോണ്ട് ഫിയറിലെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ക്ലാസ്സാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഒരു പോമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പോമിൻ്റെ പേരെന്താണ്? എവരിഡേ ഹീറോസ് അല്ലേ? എന്താണ് പോമിൻ്റെ പേര്? എവരിഡേ ഹീറോസ്. നൗ ലെറ്റ്സ് സീ സം അതർ ഹീറോസ് ഹു പ്രൊട്ടക്ട് us. എൻജോയ് ദ പോം. അപ്പോൾ എന്താണ് എവരിഡേ ഹീറോസ്? ആരാണ് എവരിഡേ ഹീറോസ്? നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? പോം വൺ ടൈം റീഡ് ചെയ്യാം. അപ്പോൾ ഈ പോം എഴുതിയ പോയറ്റിന്റെ പേരെന്താ? റോബർട്ട് ലോങ്ലി എന്നാണ്. നമുക്ക് പോയത്തിൽ എത്ര സ്റ്റാൻസ് ഉണ്ട്? 1 2 3 4 സ്റ്റാൻസ് ആണുള്ളത്. നമുക്ക് പോം വൺ ടൈം റീഡ് ചെയ്യാം. You might see them in uniform or maybe not at all, but no, they will be there when they get the call. No talk of guts and glory, more like protect and serve, a symbol of devotion and respect that they deserve. These are everyday heroes, these men and women in hue, and don't forget the working dogs. They are heroes too. Know that if you need them, a hero will be near to help you in the darkest times and take away the fear. ആരെക്കുറിച്ചാണ് പറയണത്? ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആരെക്കുറിച്ചാണ് പറയണത്. അതെ, പോലീസ് ഓഫീസേഴ്സിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? പോലീസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവരാണ് ഇവിടെ എന്ത് പറയണത്? എവരിഡേ ഹീറോസ് എന്ന് അവരെയാണ് പറയണത് അല്ലേ? അപ്പോൾ എന്താ ഫസ്റ്റ് സ്റ്റാൻസിൽ പറയണത്? യു മൈറ്റ് സീ ദം ഇൻ യൂണിഫോം ഓർ മേ ബി നോട്ട് അറ്റ് ഓൾ. നിങ്ങൾക്ക് അവർ യൂണിഫോമിലും കാണാം, ചില സമയങ്ങളിൽ യൂണിഫോം ഇല്ലാതെയും, അതായത് യൂണിഫോം അല്ലാതെ വേറെ ഡ്രസ്സിലായിരിക്കും ചിലപ്പോൾ അവർ ഉണ്ടാവുക അല്ലെ? അങ്ങനെയും കാണാം. ബട്ട് നോ, ദേ വിൽ ബി ദർ when they get the call. പക്ഷെ യൂണിഫോമോ അല്ലെങ്കിൽ യൂണിഫോമിലായിരിക്കാം, അല്ലാതെ ആവാം. പക്ഷെ നിങ്ങളൊരു കോൾ ചെയ്താൽ, എന്തെങ്കിലും ഒരു അപകടം എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അവിടെ എത്തിയിരിക്കും. നിങ്ങളെ രക്ഷിക്കാൻ അവർ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും. നോ ടോക്ക് ഓഫ് ഗട്ട്സ് ആൻഡ് ഗ്ലോറി. എന്താണ് ഗട്ട്സ് എന്ന് വെച്ചാൽ ധൈര്യം, ഗ്ലോറി എന്ന് വെച്ചാൽ എന്താ? മഹത്വം. എന്നിട്ട് അവർ ചെയ്ത ജോലിയെ കുറിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നില്ല? ഒരുപാട് ഗട്ട്സോ അല്ലെങ്കിൽ ധൈര്യമോ അല്ലെങ്കിൽ അതിന്റെ മഹത്വത്തെ കുറിച്ചൊന്നും പറയുന്നില്ല. നോ ടോക്ക് ഓഫ് ഗട്ട്സ് ആൻഡ് ഗ്ലോറി, മോർ ലൈക്ക് പ്രൊട്ടക്ട് ആൻഡ് സെർവ്, എ സിമ്പിൾ ഓഫ് ഡിവോഷൻ ആൻഡ് റെസ്പെക്ട് ദാറ്റ് ദേ ഡിസേർവ്. എന്താ പറയണത്? അവരുടെ ജോലിയെ കുറിച്ച് ഒരുപാട് മഹത്വമോ ഒന്നും പറയുന്നില്ലെങ്കിലും അവരെന്താണ് ചെയ്യുന്നത്? മോർ ലൈക്ക് പ്രൊട്ടക്ട് ആൻഡ് സെർവ്. അവരെന്ത് ചെയ്യുന്നു? നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു അല്ലെ? സംരക്ഷിക്കുന്നു. സെർവ് ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്താണ്? സേവനം അല്ലെ? അവർ ചെയ്യുന്ന നമ്മളെ സാധാരണക്കാരെ സെർവ് ചെയ്യുന്നു, അതുപോലെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നു, സംരക്ഷിക്കുന്നു. എ സിമ്പിൾ ഓഫ് ഡിവോഷൻ. അവരെന്താണ്? സിമ്പിൾ ആണ് അല്ലെ? എന്തിന്റെ സിമ്പിൾ ആണ് അവര്? ഡിവോഷൻ. അതായത് ആ ഒരു ഡിവോഷൻ അതിന്റെ മീനിങ് എന്താണ്? ഭക്തി, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലിയെ കുറിച്ചാണ് പറയണത് കേട്ടോ. അത്രയും മഹത്വം അല്ലെങ്കിൽ അത്രയും ഭക്തിയോട് കൂടിയാണ് അവരവരുടെ ജോലി ചെയ്യുന്നത്. ആൻഡ് റെസ്പെക്ട് ദാറ്റ് ദേ ഡിസേർവ്. തീർച്ചയായിട്ടും അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ എന്ത് ചെയ്യുന്നുണ്ട്? റെസ്പെക്ട് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഡിസേർവ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഡിവോഷൻ എന്ന് വെച്ചാൽ ഭക്തി, ഡിസേർവ് വെച്ചാൽ അർഹിക്കുന്നു. തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യുന്നുണ്ട്? റെസ്പെക്ട് അർഹിക്കുന്നവരാണ്. ദീസ് ആർ എവരിഡേ ഹീറോസ്. ഇവർ തീർച്ചയായിട്ടും എന്താണ്? എവരിഡേ, എല്ലാ ദിവസവും ഇവർ തീർച്ചയായിട്ടും ഹീറോസ് തന്നെയാണ്. ദീസ് മെൻ ആൻഡ് വുമൺ ഇൻ ഹ്യൂ. അതായത് എങ്ങനെയാണ്? ആണുങ്ങളും അതായത് സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരും ഉണ്ട്. ഇൻ ഹ്യൂ എന്ന് വെച്ചാൽ യൂണിഫോം, അതായത് ഹ്യൂ വെച്ചാൽ നിറം എന്നാണ്, അതിന്റെ കളറെയാണ് നമ്മൾ ഹ്യൂ എന്ന് പറയുന്നത്. ഇവിടെ എന്തായിരിക്കും? യൂണിഫോമിന്റെ നിറത്തെ ആയിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ദ വർക്കിംഗ് ഡോഗ്സ്. അത് മാത്രമല്ല, എന്തും നിങ്ങൾ ഫോർഗെറ്റ് ചെയ്യാൻ പാടില്ല, മറക്കാൻ പാടില്ല. അവരുടെ കൂടെയുള്ള ഡോഗ്സ്, വർക്കിംഗ് ഡോഗ്സ് മറക്കാൻ പാടില്ല. അവരും എന്താണ്? തീർച്ചയായിട്ടും അവരുടെ ജോലി സഹായിക്കുന്നവരാണ് അല്ലെ? ഡോഗ്സ്. തീർച്ചയായിട്ടും ആ വർക്കിംഗ് ഡോഗ്സും ഹീറോസ് തന്നെയാണ്. നോ ദാറ്റ് ഇഫ് യു നീഡ് ദം, എ ഹീറോ വിൽ ബി നിയർ. നിങ്ങൾക്കൊരു ആവശ്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവും. ടു ഹെൽപ്പ് യു ഇൻ ദ ഡാർക്കസ്റ്റ് ടൈം. അതായത് ഡാർക്കസ്റ്റ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? രാത്രി എന്ന സമയത്തെ അല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കൊരു പ്രശ്നം വരികയാണെങ്കിൽ ആ ഒരു പ്രശ്നത്തെയാണ് ഇവിടെ ഡാർക്കസ്റ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ എത്ര വലിയ പ്രശ്നമാണെങ്കിലും അവരെന്ത് ചെയ്യും? അവിടെ വന്ന് നിങ്ങളുടെ പേടിയെ, നിങ്ങളുടെ ഭയത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തെ അവിടെ നിന്നും ഇല്ലാതാക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം അവർ സോൾവ് ചെയ്ത് തരും എന്നാണ് പറയുന്നത്. അപ്പം പോലീസ് ഓഫീസേഴ്സിനെ കുറിച്ചാണല്ലേ എവരിഡേ ഹീറോസിൽ പറയുന്നത്. അപ്പൊ ആരുടെ പോമാണിത്? റോബർട്ട് ലോങ്ലിയുടെ പോമാണ്.
നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഈ പോമിന്റെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. അപ്പൊ നമുക്ക് പോം എല്ലാ കൂട്ടർക്കും മനസ്സിലായാലും ചെറിയൊരു പോമാണ് അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഹൂ ആർ ദ ഹീറോസ് മെൻഷൻ ഇൻ ദ പോം? ആരെയാണ് ഈ പോമില് മെൻഷൻ ചെയ്യുന്നത്, ഹീറോസ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നത്? പോലീസ് ഓഫീസേഴ്സ് ആൻഡ് ദെയർ വർക്കിംഗ് ഡോഗ്സിനെയാണ് പോം ആയിട്ട് മെൻഷൻ ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു ദീസ് ഹീറോസ് ഡു വെൻ ദേ ആർ കോൾഡ്? അവരെ വിളിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും സഹായത്തിനായി വിളിക്കുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? വാട്ട് ഡു ദീസ് ഹീറോസ് ഡു? അവരെന്താണ് ചെയ്യുന്നത്? ദേ കം ടു ഹെൽപ്പ് ഇൻ ദ ഡാർക്കസ്റ്റ് ടൈം ആൻഡ് പ്രൊട്ടക്ട് us. നമ്മൾക്ക് വളരെ അത്യാവശ്യമായി അതായത് നമ്മുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ അവർ വന്ന് നമ്മളെ സഹായിക്കുന്നു, നമ്മളെ സംരക്ഷിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം, വൈ ഡു യു തിങ്ക് ദി ഓഥർ കോൾസ് ദീസ് ഹീറോസ് എവറിഡേ ഹീറോസ്? എന്തുകൊണ്ടാണ് ഇവരെ എവറിഡേ ഹീറോസ് എന്ന് പറയാൻ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് എവറിഡേ ഹീറോസ് പറയുന്നത്? ബിക്കോസ് ദേ സെർവ് ആൻഡ് പ്രൊട്ടക്ട് അതേഴ്സ് വിത്തൗട്ട് സീക്കിംഗ് ഗ്ലോറി, ഷോയിങ് ഡിവോഷൻ ആൻഡ് ഗ്ലോറി എവറി ഡേ. അവരെന്ത് ചെയ്യുന്നു? മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു, സാധാരണ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നു, എന്ത് പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ എന്ത് ചോദിക്കാതെ, അതിന്റെ മഹത്വം ഒന്നും പറഞ്ഞുണ്ടാക്കാതെ അല്ലെങ്കിൽ അതിന്റെ മഹത്വം പെരുമയൊന്നും പറയാതെ തന്നെ അവരെന്ത് ചെയ്യാണ്? അവരവരുടെ ജോലി എന്ത് ചെയ്യണം? വളരെ ആത്മാർത്ഥത കൂടെ അവർ ചെയ്യണം അല്ലെ. സോ തീർച്ചയായിട്ടും അവരെന്ത് നമുക്ക് പറയാം, എവറിഡേ ഹീറോസ് എന്ന് പറയാൻ പറ്റും. അടുത്തത് ഫസ്റ്റത്തെ ഒരു ആക്ടിവിറ്റിയാണ്. എന്താണ് ആക്ടിവിറ്റി? റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോം. ആദ്യം നമ്മുടെ പോമില് കുറച്ച് 4 വരി തന്നിട്ടുണ്ട്, 4 വരി വായിക്കുക. യു മൈറ്റ് സീ ദം ഇൻ യൂണിഫോം ഓർ മേ ബി നോട്ട് അറ്റ് ഓൾ, ബട്ട് നോ ദേ വിൽ ബി ദർ വെൻ ദേ ഗെറ്റ് ദ കോൾ. ഇവിടെ ഓൾ കോൾ അല്ലെ, ഓൾ കോൾ നോക്കൂ. ഈ വേർഡ്സ് എന്താ പ്രത്യേകത? ദ വേർഡ്സ് ഓൾ ആൻഡ് കോൾ എൻഡ് വിത്ത് ദ സെയിം സൗണ്ട്. നമ്മൾ പറഞ്ഞു സ്പെല്ലിംഗ് വ്യത്യസ്തവും സെയിം സൗണ്ടും ആണെങ്കിൽ അത്തരം വാക്കുകളെ പറയുന്ന പേരാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. എന്താണ്? റൈമിംഗ് വേർഡ്സ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാൻ, വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകൾ തൊട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്, ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് റൈമിംഗ് വേർഡ്സ്, എന്താണ് റൈമിംഗ് വേർഡ്സ് നമ്മൾ പഠിക്കുന്ന കാര്യമാണ് അല്ലേ. അപ്പൊ എല്ലാ കൂട്ടർക്കും ഇവിടുത്തെ ഉത്തരം ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ടാവും. റൈമിംഗ് വേർഡ്സ് പറയുമ്പോൾ തന്നെ നമുക്ക് പോം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പൊ റൈമിംഗ് വേർഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പൊ ഒരു പോം തന്നിട്ട് റൈമിംഗ് വേർഡ്സ് എഴുതാൻ പറഞ്ഞാൽ വളരെ എളുപ്പമല്ലേ. അതായത് ഒരേ സൗണ്ടും വ്യത്യസ്തമായ സ്പെല്ലിംഗ് ആണെങ്കിൽ അത്തരം വാക്കുകളെ പറയുന്ന അത്തരം വാക്കുകളാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഇത് ചോദ്യം എന്താ? ഫൈൻഡ് ഔട്ട് മോർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോം ആൻഡ് റൈറ്റ് ദം ബിലോ. അപ്പോൾ നമ്മുടെ പോമിലുള്ള മറ്റു റൈമിംഗ് വേർഡ്സ് കണ്ടെത്തിയിട്ട് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഏതൊക്കെ നമുക്ക് പെയറായിട്ട് എഴുതാൻ പറ്റും? ഓൾ കോൾ, സെർവ് ഡിസേർവ്, നിയർ ഫിയർ, ഗ്ലോറി സ്റ്റോറി. ഇതൊക്കെ എന്തൊക്കെയാണ്? റൈമിംഗ് വേർഡ്സ് ആണ് അല്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റി 2, മീറ്റ് ദ ഹീറോ. വി ഹാവ് സീൻ മെനി ഹീറോസ് ലൈക്ക് സോൾജിയേഴ്സ്, ഫാമേഴ്സ്, പോലീസ് ഓഫീസേഴ്സ്, ആർട്ടിസ്റ്റ് ആൻഡ് സ്പോർട്സ്മാൻ. സപ്പോസ് എ പോലീസ് ഓഫീസർ ഫ്രം ദ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ഇസ് വിസിറ്റിംഗ് യുവർ സ്കൂൾ, പ്രിപ്പയർ സം ക്വസ്റ്റ്യൻസ് ടു ആസ്ക് ഹിം ഓർ ഹെർ. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ നമ്മൾ എവറിഡേ ഹീറോസ് എന്ന് പറയുന്നത് പോലീസ് ഓഫീസേഴ്സ് മാത്രമാണോ? അല്ല, അത് കൂടാതെ ഒരുപാട് എവറിഡേ ഹീറോസ് ഉണ്ട് അല്ലേ. ആരൊക്കെയാണ് ഇവിടെ പറയുന്നത്? സ്പോർട്സ്മാൻ, അതുപോലെ സോൾജേഴ്സ് പട്ടാളക്കാര്, കൃഷിക്കാര്, ഫാമേഴ്സ്, ആർട്ടിസ്റ്റ്, ഇതെല്ലാം തന്നെ. അതുപോലെ എല്ലാം വേറെ ഒരുപാടുണ്ട്, നമുക്ക് കുറച്ച് മാത്രമായിട്ട് കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം എന്താണ്? എവറിഡേ ഹീറോസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്താ നമ്മുടെ സ്കൂളിൽ ആര് വരികയാണ്? സപ്പോസ് എ പോലീസ് ഓഫീസർ ഫ്രം ദ ജനമൈത്രി പോലീസ് സ്റ്റേഷനിലുള്ള ഒരു പോലീസ് ഓഫീസർ നമ്മുടെ സ്കൂൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ അടുത്ത് എന്തൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കും? അതിന് ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാക്കാൻ പറയുന്നത് കേട്ടോ. ഇവിടെ എന്താ പറയുന്നത്? ആ ചോദ്യങ്ങൾ, ആ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വാട്ട് ഇൻസ്പയർഡ് യു ടു ജോയിൻ ദ പോലീസ് ഫോഴ്സ്? എന്താണ് നിങ്ങൾ ഈ പോലീസ് ഫോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഇൻസ്പയർ ചെയ്ത കാരണം എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇന്ററാക്ട് വിത്ത് ദ ലോക്കൽ കമ്മ്യൂണിറ്റി? എങ്ങനെയാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് സാധാരണ ലോക്കൽ കമ്മ്യൂണിറ്റിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്? മൂന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ചലഞ്ചസ് യു ഫേസ് ഇൻ യുവർ റോൾ? എന്തൊക്കെ ചലഞ്ചസ് ആണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്? നാലാമത്തെ, വാട്ട് അഡ്വൈസ് വുൾ യു ഗിവ് ടു സംവൺ ഇൻട്രസ്റ്റഡ് ഇൻ എ ലോ എൻഫോഴ്സ്മെന്റ് കേസ്? അപ്പൊ ഇതേ ജോലിയിലേക്ക് വരുന്ന തലമുറയ്ക്ക് നിങ്ങൾ എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാൻ പോകുന്നത്? താങ്കൾ എന്ത് അഡ്വൈസ് കൊടുക്കുന്നു? അങ്ങനെ നമുക്ക് ഇനി ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. ബാക്കി ചോദ്യങ്ങൾ ആഡ് ചെയ്യുക. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എക്സ്ട്രാ ഇവിടെ ചോദിച്ചു തന്നിട്ടുണ്ട്. എന്താ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഡു യു ലൈക്ക് യുവർ ജോബ്? വൈ? അപ്പോൾ ഒരു ചോദ്യമാണ് അല്ലേ. അതായത് നമ്മൾ അവിടെ ചോദിക്കാൻ സാധ്യതയുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ബാക്കിയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താ തന്നിരിക്കുന്നത്? ഡു യു ലൈക്ക് യുവർ ജോബ്? താങ്കളുടെ ജോലി ഇഷ്ടമാണോ? എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഈ ജോലി ഇത്രയധികം ഇഷ്ടം? അതും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് അല്ലേ. മൊത്തം 5 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പോൾ വളരെ ചെറിയൊരു ചാപ്റ്ററാണ് നമ്മുടെ ഈ പോം അല്ലേ, എവറിഡേ ഹീറോസ് എന്നുള്ള പോം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയൊരു പിക്ചർ സ്റ്റോറിയും കൂടി ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാലാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടർക്കും ക്ലാസ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഫുൾ ചാപ്റ്റർ കണ്ടതിന് ശേഷം നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക, സജഷൻസ് അറിയിക്കുക. ക്ലാസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്